blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അവരോടുള്ള നന്ദി അറിയിക്കുമ്പോൾ തന്നെ ലോകം എമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ചേർന്ന് റിയാദിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കും. തൻ്റെ ബർത്ത്ഡേ നാളെ സെലിബ്രേറ്റ് ചെയ്യണമല്ലോ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഇൻ അഡ്വാൻസ് സിസ്റ്റർ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് തന്നെയും തൻ്റെ ഭർത്താവിനെയും 3 കുഞ്ഞുങ്ങളെയും ഞങ്ങളെല്ലാവരും ചേർന്ന് അനുഗ്രഹിക്കുന്നു. താങ്ക് യു ഫാദർ. കർത്താവെ, എന്തെല്ലാം അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ കുടുംബത്തെ നിറയ്ക്കാമോ അതെല്ലാം നൽകണമേ. സാമ്പത്തിക നന്മകൾ, ആത്മീയ നന്മകൾ, കുടുംബത്തിനകത്തുള്ള വലിയ ഐക്യത, സമാധാനം, നല്ലൊരു ഐശ്വര്യം, ഇതെല്ലാം കർത്താവ് കുടുംബത്തിൽ നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അങ്ങനെ ചെയ്യുന്നതിനാൽ നന്ദി. അടുത്തൊരു സ്പോൺസർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കാം. എറണാകുളത്ത് നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ മുഴുവൻ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ, ആത്മീയ അനുഗ്രഹങ്ങളിൽ നിറയുവാൻ കർത്താവെ നീ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ തന്നെ അവരുടെ പ്രോപ്പർട്ടി വിൽക്കുവാൻ, അടുത്തുള്ള പ്രോപ്പർട്ടി കൂടെ വാങ്ങാൻ കർത്താവെ നീ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ ആ ദുബൈയിലുള്ള വർക്ക് ലോഡ് കുറഞ്ഞു കിട്ടുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കൊച്ചുമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 10th സ്റ്റാൻഡേർഡിൽ നല്ല ഒരു റിസൾട്ട് കർത്താവ് കൊടുത്ത് നല്ലൊരു ഭാവിയിലേക്ക് കാലുവയ്ക്കുവാൻ കർത്താവെ ആ മകളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കൊല്ലം ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഡിസംബർ 19 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, കൊല്ലം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ആലപ്പുഴ ഡിസംബർ 20 ശനി. സമയം രാവിലെ 10 മുതൽ 1 വരെ. റൈബാൻ ഓഡിറ്റോറിയം, ജനറൽ ഹോസ്പിറ്റലിന് സമീപം, ആലപ്പുഴ. ഈ എപ്പിസോഡിൻ്റെ അവസാനം എല്ലാ മദ്യപാനികൾക്ക് വേണ്ടി, ഡ്രഗ് അഡിക്ട്സിന് വേണ്ടി, പുകവലിക്കാർക്ക് വേണ്ടി, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ദുശീലങ്ങളിൽപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകമായ പ്രാർത്ഥനയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നിങ്ങൾ അനൗൺസ്മെൻറ്റ് കേട്ടിരുന്നു. എല്ലാ അങ്ങനെയുള്ളവരെയും തയ്യാറാക്കുക. കുടുംബത്തിലുള്ള അംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് നമ്മൾ ഒരുമിച്ച് ഇതിൻ്റെ അവസാനം പ്രാർത്ഥിക്കും. ഈ ആഴ്ചയിലെ എപ്പിസോഡുകൾ അനേകരെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ടുവേർഡ്സ് ദ റിയൽ ഇൻടോക്സിക്കേഷൻ, ശരിയായ ലഹരിയിലേക്ക് എങ്ങനെ പോകാം. മദ്യം ധാരാളമായി കഴിച്ചിരുന്ന ഒരാൾക്ക് ദിവസവും പിന്നെ ആ കിക്ക് കിട്ടിയില്ലെങ്കിൽ, ആ ഇൻടോക്സിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ, ആ ഹൈയിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. അങ്ങനെയുള്ള പിന്നെ ഗ്ലൂമിയായി, ലൈഫ് ബോറടിയായി, ഇതുകൊണ്ട് പലരും നിർത്താൻ പോലും വിഷമിക്കുന്നത്. ഇതിന് ശേഷം പിന്നെ എന്നാ ലൈഫ്, ഒരല്പം കുടിയൊക്കെ ഇല്ലെങ്കിൽ എന്തിനു കൊള്ളാം എന്നൊക്കെ ചിന്തിക്കുന്ന പലരും കാണും. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ, ദൈവത്തിൻ്റെ ഡിസൈനിൽ നമ്മൾ കാണുന്നത് തീർച്ചയായും നമുക്ക് ലഹരിയിൽ ജീവിക്കാൻ കഴിയും. വിശ്വാസം വരുന്നില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം, വി ക്യാൻ ലിവ് ഇൻ ഇൻടോക്സിക്കേഷൻ, ഇൻ ദ റിയൽ ഇൻടോക്സിക്കേഷൻ. ശരിയായ ഒരു ലഹരിയിൽ തന്നെ ജീവിക്കാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഏതാണ്ട് 120ഓളം ആളുകൾ അവിടെ പ്രാർത്ഥിച്ചും പാടിയും കൊണ്ടിരിക്കുന്നു. പേടിച്ചായിരിക്കുന്നത്, എപ്പോൾ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. കാരണം അവരുടെ നേതാവിനെ ആദ്യം കൊന്നു, മരത്തിൽ കുരിശിൽ തൂക്കി.
ഇനി അനുയായികളെ എപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്നറിഞ്ഞുകൂടാ ഭീതിയിൽ അവർ കതകടച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നുള്ള വീഞ്ഞ് അവിടെ പകരപ്പെട്ടു. സ്വർഗത്തിൽ നിന്നുള്ള ലഹരി അവിടെ പകരപ്പെട്ടു. അതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചാൽ അപ്പോസ്തലപ്രവൃത്തിയിൽ 2-ാം അധ്യായം എടുത്ത് ആദ്യം മുതൽ ഇങ്ങ് താഴേക്ക് വായിച്ചു വരുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവർ പാടാനും പ്രാർത്ഥിക്കാനും പുതിയ ഭാഷകളിലൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം ഓടിക്കൂടിയിട്ട് അവർ ഉടൻ തന്നെ കമൻ്റ് പാസ്സാക്കി, ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുക. ദേ ആർ ഡ്രങ്ക് ഓൺ ന്യൂ വൈൻ. പുതുവീഞ്ഞ് കുടിച്ച് എല്ലാത്തിൻ്റെയും കിക്കായി ലഹരിയിൽ ബോധം നഷ്ടപ്പെട്ട് എന്തൊക്കെയോ ബ്ലാ 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 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നവർക്ക് മനസ്സിലായി. പുറത്ത് നോക്കുമ്പോൾ അവരെല്ലാവരും ലഹരിയിലാണ്. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ ലഹരി, ദ റിയൽ ഇൻടോക്സിക്കേഷൻ. മദ്യപാനം നിർത്തി എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ ലഹരിയിൽ നിന്നും ഈ പരിശുദ്ധാത്മാവിൻ്റെ ലഹരിയിലേക്ക് നിങ്ങൾ വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ബോറടിയാണ്. മാത്രമല്ല പലരും ഇതുപോലെയൊക്കെ നിർത്തിയ ശേഷം ആ കിക്ക് കിട്ടാത്തതുകൊണ്ട്, ലഹരി കിട്ടാത്തതുകൊണ്ട് തിരിച്ച് പതുക്കെ ആരും അറിയാതൊരു പെഗ് അതൊരല്പം കൂടി പഴയതിനേക്കാൾ ഒരു 3 മാസം കുടിക്കാതിരുന്നെങ്കിൽ അതിൻ്റെയും കൂടെ കണക്ക് തീർത്ത് കുടിച്ചിരിക്കും. എന്നാൽ ശരിയായ ലഹരിയിലേക്ക് വന്നാൽ അതിൻ്റെ ആവശ്യം വരികയില്ല, ഒരിക്കലും അതിൻ്റെ ആവശ്യം വരികയില്ല. എഫീസ് ലേഖനം 5-ാം അധ്യായം 18-19 വാക്യങ്ങൾ നമുക്ക് ഈ സമയത്തൊന്ന് വായിക്കാം. പൗലോസ് അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെ: വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, നെവർ ബി ഇൻടോക്സിക്കേറ്റഡ് വിത്ത് വൈൻ. വീഞ്ഞ് കുടിച്ച് ലക്കുകെട്ട്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മദ്യം കഴിച്ച് ലക്കുകെട്ട് ജീവിക്കരുത്, മദ്യത്തിന് അടിമകളായി ജീവിക്കരുത്. ഇന്നത്തേത് ബ്രാൻഡിയോ കള്ളോ ചാരായം കിട്ടാനില്ല, പക്ഷേ വ്യാജ ചാരായം ഒരു പക്ഷേ കിട്ടുന്നുണ്ടായിരിക്കും. എന്തായിരുന്നാലും കുടിച്ച് ലഹരി പിടിച്ച് ലക്കുകെട്ട് ജീവിക്കരുത്. പകരം അത് ദുർമാർഗ ജീവിതത്തിലേക്ക് വഴി നടത്തും, അത് ദുർമാർഗ ജീവിതത്തിലേക്ക് വഴി തെളിക്കും. എന്നാൽ ആത്മാവ് നിറഞ്ഞവരാകുവിൻ. So what is the compensation for the intoxication of wine? If you are losing it, what is the compensation? How can you make it up? മദ്യം നിർത്തി, ആ ലഹരിയില്ല, പിന്നെ ഏത് ലഹരിയാണ്? അതാ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ആത്മാവ് നിറഞ്ഞവരാകുവിൻ. ബി ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആത്മാവ് നിറഞ്ഞവരാകുവിൻ. ആത്മാവ് നിറഞ്ഞാൽ എന്ത് സംഭവിക്കും? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു. 20-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊണ്ടിരിപ്പിൻ. സോ സാധാരണ മദ്യം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഈ ലഹരിയാണ്. ഈ ലഹരി കിട്ടിയില്ലെങ്കിൽ പഴയതിലേക്ക് തിരിച്ചു പോകും. അതുകൊണ്ടാണ് ഒത്തിരി പേരും മദ്യപാനം നിർത്തിയിട്ടും തിരിച്ചു പോകുന്നത്. മദ്യപാനം നിർത്തുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്: ഈ ലഹരിയിൽ നിറയുക. മദ്യം കഴിക്കുമ്പോൾ പാടാത്തവർ പാടും, പാടാത്തവരൊക്കെ ഗായകന്മാരായി മാറും. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ലഹരി വരുമ്പോൾ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും നാം ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. ആ ലഹരിയാണ് പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ചത്. ആ ലഹരിയിൽ നമ്മൾ നിറയാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എങ്കിൽ മാത്രം മറ്റതിൻ്റെ നഷ്ടപരിഹാരമാകുകയുള്ളൂ. കുടി നിർത്തിയതിന് പകരമായി ഇതേ പാടുള്ളൂ. സോ മദ്യപാനം നിർത്തിയ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഇനി ഈ ലഹരിയിലേക്ക് മാറുക. കൂടാതെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ ദൈവവചനമാകുന്ന ബൈബിളിനൊരു ലഹരിയുണ്ട്. ആ അഡിക്ഷനിൽ നിന്നും പുറത്തു വന്നെങ്കിൽ, ആ അടിമത്തത്തിൽ നിന്ന് പുറത്തു വന്നെങ്കിൽ ഈ ദൈവവചനത്തിൻ്റെ അഡിക്ഷനിലേക്ക് മാറണം, പരിശുദ്ധാത്മാവിൻ്റെ ലഹരിയുടെ അഡിക്ഷനിലേക്ക് മാറണം. എങ്കിൽ തിരിച്ചു പോകുകയില്ല. യു വിൽ വാക്ക് ഇൻ ഫ്രീഡം, യു വിൽ വാക്ക് ഇൻ ദാറ്റ് ഇൻടോക്സിക്കേഷൻ. ഇതില്ലെങ്കിൽ എല്ലാം തീരും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ TV പ്രോഗ്രാം കണ്ടു, നിങ്ങൾക്ക് മദ്യപാനം നിങ്ങൾ നിർത്തി, ഈ
ഇപ്പം നല്ല സന്തോഷത്തിലൊക്കെയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പ്രലോഭനങ്ങൾ വന്ന് വീണു പോകാതിരിക്കാൻ ഇപ്പോഴേ ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ പല സ്ഥലങ്ങളിൽ നടക്കുന്ന ബ്ലെസ്സിങ് ഫെസ്റ്റുകളിൽ വന്ന് സംബന്ധിക്കുക. എത്ര ദൂരെയാണെങ്കിലും പല സ്ഥലങ്ങളിൽ നമ്മുടെ ബ്ലെസ്സിങ് സെൻറ്റേഴ്സ് ഉണ്ട്, ഇന്ത്യയിലും പുറത്തും എല്ലാം ഉണ്ട്. ഏതെങ്കിലും ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ വന്ന് തുടർന്ന് ഈ ലഹരിയിൽ ജീവിക്കുക. ആ കൂട്ടായ്മ വിട്ടുപോയാൽ പഴയതിലേക്ക് തിരിച്ചു പോകും. ദിവസവും നിരവധി ചാപ്റ്ററുകൾ ദൈവത്തിൻ്റെ വചനമാവുന്ന ബൈബിൾ വായിച്ച് ആ ലഹരിയിലേക്ക് പോവുക, ആ ലഹരിയിൽ തന്നെ ജീവിക്കുക, കൂട്ടായ്മയിൽ തന്നെ നിൽക്കുക, ആത്മനിറവുള്ളവരോട് ചേർന്ന് നിൽക്കുക, ആ കൂട്ടം വിട്ടു പോകരുത്. ഇതുപോലെ ജീവിച്ചാൽ മരണപര്യന്തം ആ വിടുതലിൽ, സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. അങ്കിളിൻ്റെ പേര് ബാബു മാത്യു എന്നാണ്. അദ്ദേഹം കോഴഞ്ചേരി തൊട്ടടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹം 30 വർഷമായിട്ട് അദ്ദേഹം മദ്യപാനത്തിന് അടിമയായിരുന്നു. 30 വർഷമായിട്ട്. 30 വർഷം. അതെ. പല പ്രാവശ്യം ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ നടന്നില്ല. എന്നാൽ ഇതിനു മുമ്പ് നമ്മുടെ കോലത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ അദ്ദേഹം വന്നു. വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കൈ ഉയർത്താൻ കഴിയില്ലായിരുന്നു. കൈ ഒട്ടും ഉയർത്താൻ കഴിയാതെ വളരെ ഭാരപ്പെട്ടാണ് വന്നപ്പോഴും അദ്ദേഹം മദ്യപം ആ ഒരു, എന്നാൽ അവിടെ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മദ്യപാനം അന്ന് പൂർണ്ണമായും മാറി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആ കൈ ഉയർത്താൻ കഴിയാതിരുന്നത് പൂർണ്ണ സൗഖ്യമായി എന്നാണ് അദ്ദേഹം സാക്ഷ്യം പറയുന്നത്. അത് എത്ര നാൾ മുമ്പാണ് ഈ രോഗസൗഖ്യം? 6 മാസത്തിന് മുമ്പാണ് മദ്യപാനം നിർത്തിയത്. കൈ ഉയർത്താൻ സാധിച്ചു. ഈ കൈ ഉയർത്താൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ഉയർത്തിയാ പിടിച്ചിരിക്കുന്നത്. 6 മാസമായി കർത്താവ് സൗഖ്യമാക്കിയിട്ട് കൈകൾ നന്നായിട്ട് അടിച്ച് യേശുവിന് നന്ദി പറയാം. അതോടെ അദ്ദേഹം പറയുന്നത് ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ കോഴഞ്ചേരി വരണമെന്ന് അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുക ആഗ്രഹിക്കുകയും ചെയ്തു. കാരണം അദ്ദേഹത്തിന് ഇതൊരു സാക്ഷ്യം പറയണം. അതെ, 30 വർഷമായിട്ട് തനിക്ക് മദ്യപാനത്തിൽ നിന്ന് ഒരു മാറ്റം കിട്ടിയില്ല. എന്നാൽ ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വന്നു, പ്രാർത്ഥിച്ചു. ദൈവം അദ്ദേഹത്തിന് ചെയ്ത വലിയ ഉപകാരം ജനം മധ്യേ അദ്ദേഹത്തിന് ഘോഷിക്കണമെന്നുള്ള ആഗ്രഹം അദ്ദേഹം പറയുന്നത് ഇത് ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൻ്റെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു വ്യക്തി അദ്ദേഹമാണെന്ന്. സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒന്നാണ് മദ്യപാനം. അനേക കുടുംബങ്ങളെ കണ്ണുനീരിലാഴ്ത്തുന്ന, കടക്കിണിയിലാഴ്ത്തുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര പേർ പ്രാർത്ഥിക്കും, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും, നിങ്ങളുടെ ബന്ധുക്കളിൽ ആരെങ്കിലും മദ്യപാനത്തിൽ നിന്ന് പുറത്തു വരണം എന്നാഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ കൈകൾ ഉയർത്തി കാണിക്കാമോ? ഒരു സാക്ഷി ഇവിടെ നിൽക്കും. നിങ്ങൾ കൈകൾ താഴെ ഇടല്ലേ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു സാക്ഷ്യം. 30 വർഷം, 3 പതിറ്റാണ്ടുകൾ മദ്യപാനത്തിന് അടിമയായ വ്യക്തി 6 മാസമായി മദ്യപാനം പൂർണ്ണമായി ഉപേക്ഷിച്ച് ഇന്ന് നിൽക്കുമ്പോൾ, അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെല്ലാം കൈകൾ ഉയർത്തിയാലും ഈ സാക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് ഒരു അത്ഭുതം ചെയ്യും. നിങ്ങൾക്ക് വേണ്ടിയോ മറ്റാർക്കെങ്കിലും വേണ്ടിയോ മദ്യപാനത്തിൽ നിന്ന് പുറത്തു വരാൻ പ്രാർത്ഥിക്കുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അത് വളരെ എളുപ്പത്തിൽ സാധ്യമാണ്. ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ ഗ്രസിച്ചിരിക്കുന്ന മദ്യപാനം ഇപ്പോൾ മാറിപ്പോകട്ടെ. മദ്യത്തിന് അടിമകളായവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സ്വതന്ത്രമാകട്ടെ. യോഹന്നാൻ 8-ാം അധ്യായം 31 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് പോലെ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മദ്യപാനികൾ സ്വതന്ത്രരാകട്ടെ. കുടുംബങ്ങൾ മേൽഗതി പ്രാപിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ഈ അങ്കിളിനെ അനുഗ്രഹിക്കുന്നു. ഇന്ന് പരസ്യമായി യേശുവിനെ ഉയർത്തിയതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ഇനി മുതൽ ഇതുവരെ ഇല്ലാത്ത ഉയർച്ചകൾ ഉണ്ടാകട്ടെ. ആമേൻ. ബ്രദറായി നിൽക്കുന്ന സഹോദരൻ്റെ പേര് പൈലി എന്നാണ്. പക്ഷേ ഇദ്ദേഹത്തിന് 62 വയസ്സുണ്ട്. 62 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനാണ് ഈ നിൽക്കുന്നത്. ഗ്രേറ്റ്. അദ്ദേഹം പറയുന്നത് തനിക്ക് വളരെ ചെറുപ്രായത്തിൽ തന്നെ പുകവലിക്കുമായിരുന്നു. ഏകദേശം 12ാമത്തെ വയസ്സിലാണ് തുടങ്ങിയത്. 12 വയസ്സിൽ പുകവലി? അതെ, ഈ 50 വർഷത്തോളം ഉണ്ടായിരുന്ന പുകവലി. അരനൂറ്റാണ്ട്. യെസ്. താൻ ഇവിടെ 2 വർഷം മുമ്പ്, അതായത് ഈ ഇവിടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്ന 2 വർഷം മുമ്പ് ഇദ്ദേഹം സിഗരറ്റ് വലി നിർത്താൻ ശ്രമിച്ചു. നിർത്തി ഏകദേശം 1 വർഷത്തോളം നിർത്തി. പക്ഷേ ഇതിനിടയിൽ സംഭവിച്ച കാര്യമെന്ന് വെച്ചാൽ സിഗരറ്റ് വലി നിർത്തിയപ്പോൾ പാൻപരാഗും ഹാൻസും ഉപയോഗിക്കാൻ തുടങ്ങി.
കണക്കല്ലാത്ത മാതിരി ആൻസും പാൻപരാഗും ഉപയോഗിക്കാൻ തുടങ്ങി. ഒന്ന് മാറി വേറൊന്നും, ഒരു ദുശീലം മാറി വേറെ ദുശീലത്തിലേക്ക് പോയി. പാൻപരാഗും ഹാൻസും തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തനിക്ക് തലവേദനയും വല്ലാതെ ശ്വാസം മുട്ടും അസ്വസ്ഥകളെല്ലാം തുടങ്ങിയിരുന്നു. എന്നിട്ട് അപ്പോൾ ഈ തലവേദനയും ഈ ശ്വാസം മുട്ടലും അതുപോലെ അസ്വസ്ഥത തുടങ്ങിയപ്പോൾ അതും നിർത്തി വീണ്ടും പുകവലി സ്റ്റാർട്ട് ചെയ്തു. ഇതൊരു നീണ്ട കഥയാണ്. വീണ്ടും പുകവലി സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇതിനിടയിൽ ഇദ്ദേഹം പറഞ്ഞ രസകരമായ ഒരു കഥയുണ്ട്. 1972 ഇവിടെ ഈ കുടിയിറക്ക് പ്രശ്നം വന്നപ്പോൾ, ഇദ്ദേഹം ഇവിടെ വന്ന വ്യക്തിയാണ്. കുടിയിറക്ക് പ്രശ്നം വന്നപ്പോൾ ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിനകത്തിട്ടു. 1972 ആ കുടിയിറക്ക് പ്രശ്നത്തിൽ ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിനകത്തിട്ടു. ആ പ്രശ്നത്തെ തുടർന്ന് കോയമ്പത്തൂർ ജയിലിൽ 22 ദിവസം ഇദ്ദേഹം കിടന്നിരുന്നു. ആ സമയത്ത് 2 നേരം മാത്രമേ ഭക്ഷണം കൊടുക്കത്തുള്ളായിരുന്നു. പക്ഷെ ഇദ്ദേഹം ചെയ്തത് ഈ 2 നേരത്തെ ഭക്ഷണം വിറ്റിട്ട് അതിനെ സിഗരറ്റ് വാങ്ങിക്കും, അതിൽ ബീഡി വാങ്ങിക്കും. ഭക്ഷണം വിറ്റിട്ട് ഈ 2 നേരത്തെ ഭക്ഷണം വിറ്റാൽ ഇദ്ദേഹത്തിന് വേറെ ഒരു ജയിലിൽ കിടക്കുന്നവർ കൊടുത്തു കഴിഞ്ഞാൽ പകരം സിഗരറ്റോ അല്ലെങ്കിൽ ബീഡിയോ കിട്ടും. അപ്പോൾ 22 ദിവസം, അതായത് ഭക്ഷണത്തിന് പകരം 22 ദിവസം അരിയാഹാരം കഴിച്ചില്ല ഞാൻ അന്ന്. അതായത് ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, കൂട് മാത്രം കഴിച്ച് ജീവിച്ചേ. ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, 22 ദിവസത്തെയും ആ 2 നേരം കിട്ടുന്ന ഭക്ഷണം വേറെ ആളുകൾക്ക് വിറ്റിട്ട്, അതായത് ജയിലിനകത്തുള്ളവർക്ക് കൊടുത്തിട്ട് അതിന് പകരം സിഗരറ്റ് വാങ്ങിക്കും എന്ന് വെച്ചാൽ ഒരു കൈമാറ്റ കാര്യമാണ് അവിടെ ചെയ്തത്. അതായത് ചോറ് കൊടുത്ത് സിഗരറ്റ് വാങ്ങി. എന്നിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇതിൽ തിരക്കഥയൊക്കെ എഴുതാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊരു സിനിമയാക്കാം. ഇദ്ദേഹം പറയുന്നത് 1/2 മണിക്കൂർ കൂടുമ്പോൾ സിഗരറ്റ് വലിച്ചുകൊണ്ട്, ബീഡി അല്ലെങ്കിൽ സിഗരറ്റ് പുക വലിച്ചുകൊണ്ടിരിക്കും. അതുപോലെ അഡിക്റ്റ് ആയിരുന്നു ഇദ്ദേഹം. പക്ഷേ ദൈവം ചെയ്ത അത്ഭുതം എന്ന് പറയുന്നത് 2013 മാർച്ച് മാസം 11-ാം തീയതി, ഈ കഴിഞ്ഞ മാസം 11-ാം തീയതി ബ്ലെസ്സിൻ്റെ കൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ സമയത്ത് സിഗരറ്റ് പാക്കറ്റ് എടുത്ത് പോക്കറ്റിലേക്ക് ഇട്ടിട്ട് തോട്ടത്തിലേക്ക് പോകാനിരിക്കുന്ന സമയത്താണ് ബ്ലെസ്സിൻ്റെ കൂടെയിൽ ബ്രദർ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, അനേക വർഷമായി പുകവലി നിർത്തുവാൻ ആഗ്രഹമുണ്ട്, എന്നാൽ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള വ്യക്തിയെ കർത്താവ് ഇപ്പോൾ വിടുവിക്കുന്നു എന്ന് പറഞ്ഞു. പുകവലി നിർത്താൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ചില വ്യക്തികൾ, ഞങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്ന പുകവലി നിർത്താൻ, പക്ഷേ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ ആസക്തി ഇപ്പോൾ വിട്ടുപോകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. അപ്പോൾ ഇത് സിഗരറ്റ് എടുത്ത് പോക്കറ്റിലിട്ട് പോകാൻ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കേട്ടത്. ഉടനെ അവിടെ നിന്ന് ഇത് മുഴുവൻ കേട്ട് കഴിഞ്ഞു തൻ്റെ ശരീരത്തിൽ ഷോക്ക് അടിക്കുന്ന മാതിരി തോന്നി. ഈ പ്രോഗ്രാമിനിടയിൽ തന്നെ ഷോക്ക് അടിക്കുന്ന മാതിരി തോന്നി. അദ്ദേഹം ആ സിഗരറ്റ് പാക്കറ്റ് എല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞ് കളഞ്ഞു. ഇന്നിപ്പോൾ കഴിഞ്ഞ മാർച്ച് മാസം 11-ാം തീയതി അന്ന് ആ ബ്ലെസ്സിംഗ് ടുഡേയിലെ പ്രാർത്ഥനയിലൂടെ ആ പുകവലിക്കൊരു വിടുതൽ തനിക്ക് ലഭിച്ചു. ആ ദുശീലത്തിൽ നിന്നൊരു വിടുതൽ തനിക്ക് ലഭിച്ചു. ഇന്ന് 12 ദിവസമായി താൻ സിഗരറ്റ് വലിച്ചിട്ടില്ല. കാരണം 1/2 മണിക്കൂർ കൂടുമ്പോൾ സിഗരറ്റ് പുകവലിക്കുന്ന വ്യക്തിയാണ്. ഇന്ന് 12 ദിവസമായി പൂർണ്ണമായും സ്വർഗത്തിലെ നമ്മുടെ കർത്താവ് തന്നെ ആ പുകവലി എന്ന ദുശീലത്തിൽ നിന്നും വിടിവിച്ച സാക്ഷ്യമാണത്. കൺഗ്രാറ്റുലേഷൻസ്. ഹല്ലേലൂയ. ഇതൊരു നല്ല സാക്ഷ്യമാണ്. ഇനി വലിക്കോ? ഇനി എന്നാ വലിക്കും? എൻ്റെ ജീവിതത്തിൽ ഇനി വലിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. കാരണം അത്രമാത്രം ഞാൻ ബുദ്ധിമുട്ടി ചുമച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ചുമച്ച് ശ്വാസം മുട്ടുമായിരുന്നു. എനിക്ക് കണ്ണെല്ലാം ഇങ്ങനെ മിഴിച്ചു വരുമായിരുന്നു, രാത്രിയിലും രാവിലെയും. ഇപ്പോൾ അത് നിർത്തി. ആ സെക്കൻഡിൽ തൊട്ട് ഇന്ന് ഇതുവരെ ചുമച്ചിട്ടില്ല. ഞാൻ പിറ്റേ ദിവസം തൊട്ട് ചുമ എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇവിടെ ഗൂഡല്ലൂർകാരനാണോ? ഞാൻ ഗൂഡല്ലൂർ താലൂക്ക് പന്തല്ലൂർ താലൂക്ക് അയ്യങ്കൊല്ലിയിലാണ് എൻ്റെ വീട്. ഇദ്ദേഹത്തെ അറിയാവുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എപ്പോഴെങ്കിലും കാണുകയോ അദ്ദേഹത്തിന്റെ കുടുംബക്കാരോ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എൻ്റെ മൂത്ത മകന്റെ കുട്ടി. ഓടി വന്ന മോനെ, ആ ചെറുക്കനോടൊന്ന് ചോദിക്കട്ടെ. ഓടി വാ മോനെ. ഈ പറഞ്ഞതെല്ലാം ശരിയാണോ അത് കള്ളമാണോ? അപ്പച്ചി പോകാൻ വലിക്കായിരുന്നു. ശരിയാണോ അത്? എത്ര എണ്ണം വലിക്കുമായിരുന്നു? കണ്ടിട്ടുണ്ടോ? ഒരു ദിവസം ഒരു പാക്കറ്റൊക്കെ വലിക്കും. മൊത്തം ഇരുന്ന് വലിച്ചു. കുട്ടികൾക്ക് അറിയില്ലല്ലോ എന്തോരം ഞാൻ വലിക്കും, കണക്കില്ല. കണ്ടിരിക്കുന്ന അത്രേ ഉള്ളൂ. 6 പാക്കറ്റിൽ മേലെ ഞാൻ വലിക്കുമായിരുന്നു. നിർത്തിയതറിയാമോ? ഇങ്ങനെയാണ് നിർത്തിയത് പറഞ്ഞായിരുന്നു. ഈയിടെ വലിച്ച് കണ്ടിട്ടുണ്ടോ? ടോയ്ലറ്റിലൊക്കെ കയറി വലിക്കുന്നുണ്ടോ മനുഷ്യൻ? നോക്കിക്കൊള്ളണം. ഇല്ല. സത്യമാണ്. സത്യമാണ്. സാക്ഷ്യം പറയണമെന്നുള്ള യാതൊരു ഇതും എനിക്കില്ല. കാരണം ആൾക്കാരെ അറിയിക്കണം. എന്നിൽ വന്ന മാറ്റം മറ്റുള്ളവർ അറിയണമെന്ന് ഓർത്ത് മാത്രം ഇന്ന് ഞാൻ ഇവിടെ സന്തോഷമുണ്ട്, വാസ്തവമായ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഇനി ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ദുശീലങ്ങളിൽ പെട്ട് കിടക്കുകയാണ്, പുറത്ത് പറയാനും പറ്റില്ല. പക്ഷേ ഇന്ന് ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ നിന്നും അത് മാറിയിരിക്കും. ഹല്ലേലൂയ.
കൈകളെല്ലാവരും ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഈ സമയത്ത് മദ്യപാനം, പുകവലി, ലഹരി മരുന്ന് തുടങ്ങിയ സകലത്തിൻ്റെയും അടിമത്തത്തിൽ കിടക്കുന്ന എല്ലാവർക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ ഈ സാക്ഷ്യം കാണുമ്പോൾ കേൾക്കുമ്പോൾ അവർ കൂടെ സൗഖ്യമാകട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ, യേശുവിൻ നാമത്തിൽ സ്വതന്ത്രമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിൻ്റെയോ പുകവലിയുടെയോ ലഹരി മരുന്നിൻ്റെയോ ഉപയോഗം മൂലം അവരുടെ ശരീരങ്ങളിൽ വന്നിട്ടുള്ള രോഗങ്ങളോ ആഫ്റ്റർ ഇഫക്റ്റുകളോ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ദൈവിക വിടുതലുകൾക്കായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു, ജനത്തെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ രോഗികൾ കൂടെ സൗഖ്യമാകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഇന്ന് രോഗികൾക്ക് വേണ്ടി ഞാൻ ആദ്യം പ്രാർത്ഥിക്കുന്നു. രോഗികളെല്ലാം അങ്ങ് സൗഖ്യമാക്കണമേ. ദൈവികമായ ഒരു വലിയ വിടുതൽ രോഗികളുടെ മേൽ കർത്താവ് നീ കൽപ്പിക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. കണ്ണുകളെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ കുടലിനെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ട്യൂമറുകൾ മാറിപ്പോകട്ടെ. പ്രഷർ, ഷുഗർ ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. കൊളസ്ട്രോൾ നോർമലാകട്ടെ. കർത്താവെ, ഒരു വലിയ വിടുതൽ ഓരോ രോഗിയുടെ മേലും കർത്താവ് കൽപ്പിക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതലുകൾ ഓരോ വ്യക്തിയിലും ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. ഈ സമയത്ത് മദ്യപാനികൾ, അതുപോലെ ഡ്രഗ്സിന് അടിമകളായവർ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, പുകവലിക്കുന്നവർ, അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാൻ പോയി. അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങളിൽ അതിൻ്റെ ദുരിതം, ആഫ്റ്റർ ഇഫക്ട്സ് അനുഭവിക്കുന്നവർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നല്ല കർത്താവേ, ഈ സമയത്ത് ഞങ്ങളെ സ്വതന്ത്രരാക്കുവാൻ ഈ ഭൂമിയിലേക്ക് വന്ന യേശുവേ, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാനായി പ്രത്യക്ഷനായ യേശുവേ, അങ്ങയുടെ നാമത്തിൽ മദ്യപാനത്തിൻ്റെ അടിമത്തത്തിലായിരിക്കുന്നവരെ കർത്താവ് ഈ സമയത്ത് കൈനീട്ടി സ്പർശിച്ച് സ്വതന്ത്രമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ തലച്ചോറ് മുതൽ അവരുടെ ഓർമ്മ, മനസ്സ്, ശരീരത്തിലെ അവയവങ്ങൾ സകലവും ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ഈ സമയത്ത് സ്വതന്ത്രമാകട്ടെ. ബി ഫ്രീ ഇൻ ദ നെയിം ഓഫ് ജീസസ്. മദ്യപിക്കുന്നവർ, പുകവലിക്കുന്നവർ, മയക്കുമരുന്നിന് അടിമകളായവർ, ഉപയോഗിക്കുന്നവർ ഇപ്പോൾ ഉള്ളിൽ തീരുമാനിക്കുക, യേശുവിൻ്റെ സഹായത്താൽ. ഒരുപക്ഷെ കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ട് കാണും, പല പ്രാവശ്യം തീരുമാനമെടുത്ത് കാണും, ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷേ ദിസ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇത് യേശുവിൻ്റെ സഹായത്തോടെ, പരിശുദ്ധാത്മാവിൻ്റെ വിടുതലോടെയാണ് നിങ്ങളിത് ചെയ്യാൻ പോകുന്നത്. ഉള്ളിൽ തീരുമാനിക്കുക, കർത്താവ് എനിക്കിത് വേണ്ട, ഞാനൊരു പുതിയ ജീവിതം ഈ നിമിഷങ്ങളിൽ ആരംഭിക്കുകയാണ്. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഒരു സമ്പൂർണ്ണ വിടുതൽ കർത്താവെ നീ ഓരോരുത്തർക്കും നൽകുന്നതിനാൽ നന്ദി പറയുന്നു. പുകവലിയുടെ ശീലമുള്ളവർ ഇപ്പോൾ തന്നെ അതിനെ വെറുക്കാൻ തുടങ്ങട്ടെ. മദ്യപാനത്തിൻ്റെ ശീലമുള്ളവർ ഇപ്പോൾ തന്നെ അത് വെറുക്കാൻ തുടങ്ങട്ടെ. ഡ്രഗ്സിന് അടിമകളായവർ ഇപ്പോൾ തന്നെ അതിന് വെറുത്ത് അതിൽ നിന്ന് സ്വതന്ത്രമാകട്ടെ. ഞാനിത് പറയുമ്പോൾ ചില ശരീരങ്ങൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ട്, ചില ശരീരങ്ങൾ വിയർക്കുന്നുണ്ട്. In the mighty name of Jesus, that bondage is broken and that spirit is going out. മദ്യപാനത്തിൻ്റെ ദുരാത്മാക്കൾ, പൈശാചിക ശക്തിയുടെ അടിമത്തങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും മാറിപ്പോകട്ടെ. ഇപ്പോൾ കർത്താവെ, ആ സഹോദരനായാലും സഹോദരിയായാലും ആരായിരുന്നാലും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അവർ സ്വതന്ത്രമാകട്ടെ. താങ്ക് യു ജീസസ്. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്, ഇൻ ജീസസ് നെയിം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫോണിൽ നമ്മുടെ പ്രെയർ ലൈനിൽ വിളിക്കാം, കോൾ സെൻറ്ററിലേക്ക് വിളിക്കാം. മദ്യപാനികൾക്കോ അവരുടെ ബന്ധത്തിലുള്ളവർക്ക്, സഹോദരന്മാർക്ക്, കുടുംബാംഗങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ അവർക്ക് തന്നെ വിളിക്കാം. പ്രെയർ ലൈനിൽ നിന്നും ഒരു വ്യക്തി കൂടെ നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടതെന്നുള്ള ഉപദേശങ്ങൾ നൽകുകയും ചെയ്യും. ഇപ്പോൾ തന്നെ വിളിക്കുക. ലൈനുകൾ തിരക്കായിരിക്കാം, ചിലപ്പോൾ ആദ്യത്തെ കോളിൽ ലഭിച്ചില്ലെങ്കിലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഒത്തിരി പേരും പരാതി പറയാറുണ്ട്, വിളിച്ചിട്ട് കിട്ടുന്നില്ല. കാരണം ഒത്തിരി പേർ ഒരുമിച്ച് വിളിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ലൈനുകൾ വന്നെത്താൻ ബുദ്ധിമുട്ട് കാണും. എന്നാൽ ഇപ്പോൾ കിട്ടിയില്ലെങ്കിലും ഈ ദിവസത്തിൻ്റെ പല സമയങ്ങളിലായി വിളിക്കുക. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, നിങ്ങൾക്കുണ്ടായ വിടുതൽ
കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങളെ ഞങ്ങളോട് പറയാം. ഇന്ന് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ആരംഭിക്കുകയാണ്. തീർച്ചയായും വരണം. വ്യക്തിപരമായി വിളിക്കുന്നു. അവിടെ വരുമ്പോൾ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. മാത്രമല്ല ഞായറാഴ്ചകളിൽ മറ്റന്നാൾ എല്ലാ ഞായറാഴ്ച ബ്ലെസ്സിങ് സെൻറ്ററുകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അവിടെ ആത്മീയമായി കൂടുതൽ വളരാൻ, യേശുവിനുള്ള കൂട്ടായ്മയിൽ ജീവിച്ച് അനുഗ്രഹിക്കപ്പെടാൻ കൂടുതൽ നിങ്ങൾക്ക് ഇടയാകും. തിങ്കളാഴ്ച ബ്ലെസ്സിങ് ടുഡേയിലൂടെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. Anointing is something that cannot be taught, but it's something that can be caught. ബൈബിൾ അനിയയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് പ്രാർത്ഥിച്ചതാര്? Who prayed, everything is possible for you, take this cup from me? Options: A. Patros, B. David, C. Paulos, D. Yeshu. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM Books ആണ്.